എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള PSC ഇംഗ്ലീഷിന്റെ ഒരു പ്രീവിയസ് ഇയർ മോക്ക് ടെസ്റ്റുമായിട്ടാണ്. ഇന്നത്തെ പ്രീവിയസ് ഇയർ ചോദ്യപേപ്പർ ഏതാണ് എന്ന് ചോദിച്ചാല് കോമൺ പ്രിലിമിനറി എക്സാം 2022 ഡിഗ്രി ലെവല് സ്റ്റേജ് 1 ആണ്. നമുക്കറിയാം ഇംഗ്ലീഷ് ആയാലും മലയാളം ആയാലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നന്നായിട്ട് സോൾവ് ചെയ്താൽ തന്നെ ഇംഗ്ലീഷ് മലയാളം തുടങ്ങിയ ലാംഗ്വേജിന് നല്ല മാർക്കുകൾ നേടാൻ നമുക്ക് സാധിക്കും. അപ്പൊ ഇവിടെ ഒരു മോക്ക് ടെസ്റ്റ് രൂപത്തിലാണ് പരീക്ഷ നടക്കുക. ചോദ്യം ഞാൻ വായിക്കും, അതിന്റെ ഓപ്ഷൻസ് പറയും. ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് നിങ്ങൾ അതിന്റെ ഉത്തരങ്ങൾ രേഖപ്പെടുത്തുക. ഓരോ ചോദ്യം നിങ്ങൾ ഓപ്ഷൻ രേഖപ്പെടുത്തി കഴിഞ്ഞപാട് തന്നെ ഞാൻ ഉത്തരം പറയും. അങ്ങനെ 20 ചോദ്യങ്ങളാണുള്ളത്. ഈ 20 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് നോക്കുക. അപ്പോ ഇന്ന് ഇതൊരു ഒന്നാമത്തെ ടെസ്റ്റ് ആണ്. ഇതുപോലുള്ള ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് തുടർന്നും ചെയ്യാവുന്നതാണ് നമുക്ക്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഈ ഒരു പരീക്ഷയ്ക്ക് കിട്ടിയ മാർക്കും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, റിസപ്ഷനിസ്റ്റ്, ദ ഇന്റർവ്യൂസ് റെസ്യൂം ഓൺ മൺഡേ. പ്ലീസ് ബ്രിങ് എ കോപ്പി ഓഫ് യുവർ റെസ്യൂം ടുഡേ ഇറ്റ്സെൽഫ്. Identify the parts of speech of the underlined words respectively. Option A, noun and adjective. Option B, noun and verb. Option C, adjective and noun. Option D, none of these. ഉത്തരങ്ങള് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നൺ ഓഫ് ദീസ് ആണ്. ഇതിൽ ശരിക്കും ഉത്തരം വരിക വെർബ് ആൻഡ് നൗൺ ആണ്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ നൺ ഓഫ് ദീസ് ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം മുതൽ ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ഈ ടൈമർ ഓണാക്കി 20 സെക്കൻഡുകൾക്ക് ശേഷമാണ് ഉത്തരങ്ങൾ പറയാം. രണ്ടാമത്തെ ചോദ്യം, the students of our school given a challenging task yesterday. അപ്പൊ അവിടെ the students of our dash school given a challenging task yesterday. ഓപ്ഷൻസ് വരുന്നത് where, was, have been, none of these എന്നിവയാണ്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വേറാണ് ഇതിന്റെ ഉത്തരമായിട്ട് വരിക. കാരണം സ്റ്റുഡൻസ് എന്നത് പ്ലൂറലാണ്, അതുകൊണ്ടാണ് അവിടെ വേറെ വരുന്നത്. ഇവിടെ പാസ്റ്റിലെ കൃത്യമായിട്ടുള്ള സമയം സൂചിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഇത് പാസീവ് വോയിസിലുള്ള സെന്റൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ വാസ് ഓർ വെയർ പ്ലസ് V3 ഫോമാണ് ചേർക്കുക എന്നുള്ളതും കൂടെ അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രണ്ടാമത്തതിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ദ സ്റ്റുഡൻസ് ഓഫ് അവർ സ്കൂൾ വെയർ ഗിവൺ എ ചലഞ്ചിങ് ടാസ്ക് യെസ്റ്റർഡേ എന്നുള്ളതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഐ ഹാവ് ഡാഷ് ടെറിബിൾ ഹെഡേക്ക് ആസ് terrible headache now as I could not sleep last night. Choose the suitable article എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആൻഡ്, ഓപ്ഷൻ സി ദ, ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ റിക്വയർഡ്.
ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. എ എന്നുള്ളത് തന്നെയാണ്. ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ് ലാസ്റ്റ് നൈറ്റ്. ഒരു ഭയങ്കര തലവേദന എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഉത്തരം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഐ ഹാവ് എ ടെറിബിൾ ഹെഡ് ഏക്ക് ആസ് ടെറിബിൾ ഹെഡ് ഏക്ക് നൗ ആസ് ഐ കുഡ് നോട്ട് സ്ലീപ് ലാസ്റ്റ് നൈറ്റ് എന്നുള്ളതാണ് അവിടുത്തെ ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, equanimity is one of the qualities desirable for a successful life. Choose the word which is equivalent to the word underlined. Option A, courage. Option B, calmness. Option C, politeness. Option D, none of these. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കാംനെസ് ആണ്. ഓപ്ഷൻ ബി ആണ് കാംനെസ്. നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. John was exculpated after a thorough investigation. Select the word which is opposite to the word underlined. Option A, acquitted. Option B, exonerated. Option C, vindicated. Option D, none of these. എക്സ്കൾപേറ്റഡിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം നൺ ഓഫ് ദീസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആറാമത്തെ ചോദ്യം, സെവറൽ ഓൾഡ് ബിൽഡിംഗ്സ് വെയർ പുൾഡ് ഡാഷ് ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദി ഒളിമ്പിക്സ്. അപ്പൊ അവിടെ എന്താണ് വരിക എന്നുള്ളതാണ് ആ ഡാഷ് ഭാഗത്ത്. ഓപ്ഷൻ എ ഓഫ്, ഓപ്ഷൻ ബി എവേ, ഓപ്ഷൻ സി ഡൗൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഡൗൺ ആണ്. പുൾഡ് ഡൗൺ, അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഡിമോളിഷ് അല്ലെങ്കിൽ പൊളിക്കുക എന്നതാണ്. സെവറൽ ഓൾഡ് ബിൽഡിംഗ്സ് വെയർ പുൾഡ് ഡൗൺ ടു കൺസ്ട്രക്ട് ന്യൂ വൺസ് ബിഫോർ ദി ഒളിമ്പിക്സ് എന്നുള്ളതാണ് ആ ഒരു സെന്റൻസ് പൂർത്തീകരിച്ചാൽ നമുക്ക് ലഭിക്കുക. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഏഴാമത്തെ ചോദ്യം, ടൈഗർ, ടൈഗ്രസ്, ഡ്രേക്ക്, ഡക്ക്, അതേപോലെ റോം എന്താണ് എന്നുള്ളതാണ് അവിടെ ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്. എല്ലാത്തിന്റെയും ഫെമിനിൻ മാസ്കുലിൻ പെയേഴ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ടൈഗറിന്റെ ടൈഗ്രിസ്, ഡ്രേക്കിന്റെ ഡക്ക്, അപ്പൊ റാം അതിന്റെ ഇ ആണ് വരിക എന്നുള്ളത് അവിടെ ഓർത്തിരിക്കുക. എട്ടാമത്തെ ചോദ്യം, സെലക്ട് ദ റോങ്ലി സ്പെൽറ്റ് വേർഡ് ഫ്രം ദ ഫോളോയിങ്. ഇക്വിലിബ്രിയം, സാക്രിലീജിയസ്. ഓപ്ഷൻ വൺ ഓൺലി, ഓപ്ഷൻ ബി ടു ഓൺലി, ഓപ്ഷൻ സി ബോത്ത്, ഓപ്ഷൻ ഡി നെയ്തർ.
ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നെയ്തർ ആണ്. രണ്ട് വാക്കുകളുടെയും സ്പെല്ലിംഗ് ശരിയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി 9ാമത്തെ ചോദ്യം. ഹി ഈസ് എ മാൻ ഹു ഈസ് റെഡി ടു ബിലീവ് എനിത്തിങ്. Replace the underlined word without changing the meaning. Option A is credible. Option B is deceitful. Option C is fraudulent. Option D, none of these. ഇവിടെ ഉത്തരം വരിക നൺ ഓഫ് ദീസ് തന്നെയാണ്. ഇവിടെ ക്രെഡിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസനീയമായ എന്നുള്ളതാണ്. ഇതേപോലെ ഡിസൈറ്റ്ഫുള്ളും ഫ്രോഡുലന്റും വഞ്ചകനായ എന്നുള്ളതുമാണ് അർത്ഥം വരുന്നത്. അതുകൊണ്ട് തന്നെ നൺ ഓഫ് ദീസ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരിക. നമുക്ക് 10ാമത്തെ ചോദ്യം നോക്കാം. 10ാമത്തെ ചോദ്യം. ഹാഡ് ഹി ബീൻ inoculated, effect of the disease, milder on him. അവിടെ ഒരു ഡാഷ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓപ്ഷൻ എ had been, ഓപ്ഷൻ ബി will have been, ഓപ്ഷൻ സി would have been, ഓപ്ഷൻ ഡി none of these. ഇവിടെ ഉത്തരമായിട്ട് വരിക വുഡ് ഹാവ് ബീൻ എന്നുള്ളതാണ്. വുഡ് ഹാവ് ബീൻ ആയിരിക്കും ഉത്തരം. ഓപ്ഷൻ സി. ഹാഡ് ഹി ബീൻ ഇനോക്യുലേറ്റഡ്, എഫക്ട് ഓഫ് ദ ഡിസീസ് വുഡ് ഹാവ് ബീൻ മിൽഡർ ഓൺ ഹിം എന്നുള്ളതാണ് ഇവിടെ പൂർണ്ണമായിട്ടുള്ള വരി വരിക. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. അവർ സ്റ്റുഡൻസ് ഹാവ് ജസ്റ്റ് ഹാഡ് ദെയർ ഡിന്നർ. അപ്പൊ ഇതില് എ പാർട്ട് കൊടുത്തിട്ടുണ്ട്, ബി പാർട്ട് കൊടുത്തിട്ടുണ്ട്, സി പാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതില് മൂന്നിലും ഏത് പാർട്ടാണ് റോങ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ബി, ഓപ്ഷൻ സി, സി, ഓപ്ഷൻ ഡി. ദിസ് ഈസ് എ കറക്റ്റ് സെന്റൻസ്. ഇവിടെ ഇതൊരു കറക്റ്റ് സെന്റൻസ് ആണ്. ഈ ഒരു സെന്റൻസിൽ തെറ്റൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. 12ാമത്തെ ചോദ്യം. ഹീസ് സ്കെയർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. ഡാഷ് ക്വസ്റ്റ്യൻ ടാഗ്. ആഡ് എ സ്യൂട്ടബിൾ ടാഗ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഈസ് ഹി, ഓപ്ഷൻ ബി ഹാസ് ഹി, ഓപ്ഷൻ സി വാസ് ഹി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹാസ്ഹി ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഹാസ്ഹി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ഹി ഈസ് സ്കെയർസ്ലി അഡ്മിറ്റഡ് ഹിസ് മിസ്റ്റേക്സ്. ഹാസ്ഹി എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ടാഗ് ആയിട്ട് അവിടെ വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 13ാമത്തെ ചോദ്യമാണ്. ജോൺ ഡാഷ് ലൈ ഡൗൺ on the bed for a short time after lunch. Fill in the blank using appropriate form of the verb in the bracket എന്നുള്ളതാണ്. ഓപ്ഷൻ എ ലേഡ്, സ്പെല്ലിംഗ് നിങ്ങൾ നോക്കുക. ഓപ്ഷൻ ബി ലേ, ഓപ്ഷൻ സി ലേഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്.
ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ലേ ആണ്. ഓപ്ഷൻ ബി ലേ. ജോൺ ലേ ഡൗൺ ഓൺ ദ ബെഡ് ഫോർ എ ഷോർട്ട് ടൈം ആഫ്റ്റർ ലഞ്ച് എന്നുള്ളതാണ് അവിടെ വരുന്നത്. ഇനി 14-ാമത്തെ ചോദ്യം, ഹെലൻ ഈസ് ദ സാൾട്ട് ഓഫ് ദ എർത്ത്. മീൻസ് ഹെലൻ ഈസ് വെരി, അവിടെ ഡാഷ് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഹാർഡ് വർക്കിംഗ്, ബി ഹോണസ്റ്റ്, സി റിച്ച്, ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ഉത്തരം ഹോണസ്റ്റ് ആണ്. ഹെലൻ ഈസ് വെരി ഹോണസ്റ്റ്. 15-ാമത്തെ ചോദ്യം, ചൂസ് അനദർ അഡ്ജക്റ്റീവ് ഡിറൈവ്ഡ് ഫ്രം പ്യുവർ. ഓപ്ഷൻ എ impure, ഓപ്ഷൻ ബി unpure, ഓപ്ഷൻ സി purity, ഓപ്ഷൻ ഡി none of these. ഓപ്ഷൻ എ impure ആണ് ഉത്തരം. 16-ാമത്തെ ചോദ്യം, ജോൺ become the de facto ruler of England. The underlined word means option A actual, option B democratically elected, option C hereditary, option D none of these. ആക്ച്വൽ എന്നുള്ളതാണ് ഇവിടെ ഉത്തരം. ഡിഫാക്ടോ എന്നുള്ളതിന്റെ മീനിങ് ആക്ച്വൽ എന്നുള്ളതാണ്. 17-ാമത്തെ ചോദ്യം, ദിസ് മെഡിസിൻ വാസ് പ്രിസ്ക്രൈബ്ഡ് 2 years ago. The underlined word means option A develop, option B industrially manufactured, option C forbidden, option D none of these. ഫോർബിഡൻ എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദ മെഡിസിൻ വാസ് ഫോർബിഡൻ 2 years ago എന്ന് നമുക്ക് ആ ഒരു അർത്ഥത്തിൽ പറയാം. അപ്പോ പ്രിസ്ക്രൈബ്ഡ് എന്ന വാക്കിന്റെ അർത്ഥം ഫോർബിഡൻ എന്നുള്ളതാണ്. 18-ാമത്തെ ചോദ്യം, പ്ലീസ് ഇൻസിസ്റ്റ് ഡാഷ് ദ ബിൽ വെൻ യു മേക്ക് പർച്ചേസസ് ഇൻ ദി സൂപ്പർ മാർക്കറ്റ്. ചൂസ് സ്യൂട്ടബിൾ പ്രിപ്പോസിഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ എ വിത്ത്, ഓപ്ഷൻ ബി അറ്റ്, ഓപ്ഷൻ സി ഫോർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് നൺ ഓഫ് ദീസ് ആണ്. നമുക്ക് 19-ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 19-ാമത്തെ ചോദ്യം, ഓൾ സ്കൂൾ ഡാഷ് ഡിസിൻഫെക്ട് ടുഡേ ഇൻ പ്രിപ്പറേഷൻ ഫോർ ടുമോറോസ് റീ ഓപ്പണിംഗ്. ചൂസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ എമംഗ് ദി ഫോളോയിങ് എന്നുള്ളതാണ്. ഓപ്ഷൻ ആർ ഡിസിൻഫെക്റ്റനിങ്, ഓപ്ഷൻ ബി ആർ ബീയിങ് ഡിസിൻഫെക്റ്റഡ്, ഓപ്ഷൻ സി ഡിസിൻഫെക്റ്റഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ബീയിങ്
ഡിസിൻഫെക്റ്റഡ് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം ഈ ഒരു ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. ഡയറക്റ്റ് സ്പീച്ച്. ഹെലൻ, when will you arrive here tomorrow? John said. Indirect speech. John asked Helen when dash there the next day. Fill in the blanks ആണ്. Option A, will she arrive? Option B, she would arrive. Option C, would she arrive? Option D, none of these. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി, ഷീ വുഡ് അറൈവ് എന്നുള്ളതാണ്. ഇത്രയുമാണ് ഇന്നത്തെ 20 മാർക്കിന്റെ ചോദ്യം. എല്ലാവർക്കും നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് എത്രയോ ആയിക്കോട്ടെ, അതെന്ത് ചെയ്യുക, നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. തുടർന്ന് ഇതുപോലെ വീഡിയോകൾ ആവശ്യമാണെങ്കിൽ അതും കമന്റ് ബോക്സിൽ പറയാം. മോക്ക് ടെസ്റ്റ് രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ മലയാളവും ഇംഗ്ലീഷും ഒക്കെ ചെയ്യാം. അപ്പോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.